രാത്രിയുടെ യാമങ്ങളിൽ ലോകത്തിലെ സകല ജീവികളും വിശ്രമത്തിനായി കൂടണയുമ്പോൾ നമ്മുടെ സിംബയുടെ ലോകം മാത്രം ഫുൾ ഓൺ എനർജിയിലാണ്. കൂട്ടിൽ നിന്നും സ്വതന്ത്രനാകുന്ന ആദ്യ നിമിഷങ്ങളിൽ തന്നെ അവന്റെ എന്റെ കാൽച്ചുവട്ടിൽ വന്ന് ഇതേ കിടപ്പാണ്. കിടപ്പെന്നൊന്നും പറയാൻ പറ്റില്ല, കുഞ്ഞിപ്പുഴുവിനെ പോലെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നൊരു തുള്ളിക്കളിയാണ്. ക്ഷീണമില്ലാത്ത അവന്റെ ഈ കുസൃതികൾ കണ്ട് സഹിയിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ തുടങ്ങും അടുത്ത പരിപാടി. പിന്നെ എന്റെ തുണിയിലായിരിക്കും അവന്റെ ഞണ്ടൻ പിടുത്തം വീഴുന്നത്. മനസ്സിലേക്കുന്ന ഈ ദൃശ്യം കണ്ടാൽ ഏത് കഠിന ഹൃദയന്റെ ഉള്ളും ഒന്ന് അലിഞ്ഞു പോകും. കുരുത്തക്കേടിന് കയ്യും കാലം വെച്ചവനാണെങ്കിലും അമ്മയാണ് എന്റെ ലോകം എന്നതാണ് അവന്റെ ഒരു പോളിസി. അതിലെനിക്കും വലിയ സന്തോഷമാണ്. പോരാത്തതിന് ചെക്കൻ ഇപ്പോഴും ആ പഴയ പുന്നാരക്കുട്ടിയാണെന്നും വീട്ടിലുള്ള സകലരും അവന്റെ കളിപ്പാട്ടങ്ങളാണെന്നുമാണ് അവന്റെ ഒരു വിചാരം. സീനൊന്ന് ഉഷാറായി വരുമ്പോഴേക്കും ദാ വരുന്നു അടുത്ത പ്രകടനം. കക്ഷി തന്നെ ചൂരിൽ വട്ടി തപ്പിയെടുത്തു കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തരും. അമ്മ വേണമെങ്കിൽ 2 തന്നോളൂ, ഞാൻ നിന്നു കൊള്ളാൻ റെഡിയാണ് എന്നതാണ് അവന്റെ ഒരു ഭാവം. സത്യത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അവനെ ശിക്ഷിക്കില്ലെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് അവൻ ഈ അഭ്യാസമെല്ലാം കാണിച്ചു കൂട്ടുന്നത്. പക്ഷെ ആ വടി തിരിച്ച് അവന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ സെക്കൻഡുകൾക്കുള്ളിൽ കളി മാറും. വടി കടിച്ച് നശിപ്പിക്കുകയാണ് കക്ഷിയുടെ അടുത്ത ലക്ഷ്യം. വടിക്ക് വലിയ കേടുപാടുകൾ സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ അത് പിടിച്ചു വാങ്ങി. അതവൻ അത്ര അങ്ങോട്ട് പിടിച്ചില്ല. വടി പിടിച്ചു വാങ്ങിയതോടെ കക്ഷിയുടെ ഭാവം മാറി. പിന്നെ ഞാനൊന്ന് കടുത്തു. അതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധപ്രഖ്യാപനമായി. മര്യാദ പഠിപ്പിക്കാനുള്ള എന്റെ ശ്രമം വലിയൊരു അടിപിടിയിലാണ് അവസാനിച്ചത്. ശേഷം തള്ളലായി ഉന്തലായി വലിയ ഗുസ്തി തന്നെ നടന്നു. അവസാനം പൊരുതി ജയിക്കാൻ പറ്റില്ലെന്ന് കണ്ടപ്പോൾ നമ്മുടെ ആ കടി വീരൻ തോൽവി സമ്മതിച്ചു. ദാ നോക്കിയേ, ഒന്നും അറിയാത്ത പാവത്തെ പോലെ എന്റെ കാലിൽ വന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.